ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാല് അത്തം ചിത്തിര അര നക്ഷത്ര ജാതർക്ക് 2025 വ്യാഴമാറ്റവും ശനിയുടെ രാശിമാറ്റവും അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ രാശിമാറ്റവും ഇവരുടെ ജീവിതത്തെ എങ്ങനെ 2025 ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. 9ാം ഭാവത്തിൽ വ്യാഴവും 6ാം ഭാവത്തിൽ ശനിയും 7ാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്ന കാലമാകയാൽ ഇവർക്ക് ധനലാഭം, ഭാര്യാസുഖം, പുത്രസുഖം, കാര്യനിവൃത്തി, അധികാരശക്തി, സാമർഥ്യം ഇവ സംഭവിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൂരദേശ ഗമനത്തിന് സാധ്യതയുണ്ട്. അലക്ഷ്യമായ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും താനും. അമിത പ്രയത്നം വേണ്ടി വരും. എന്നിരുന്നാലും 9ാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നടക്കുന്ന സമയം അവർക്ക് അനുകൂലമാണ്. എങ്കിലും തുടർന്ന് വരുന്ന മാർച്ച് 29 വരുന്ന ശനിമാറ്റം ഇവർക്ക് അനുകൂലമല്ല എന്ന് വേണം അറിയുവാൻ. അതായത് ഇപ്പോൾ അനുകൂലമായി 6 നിൽക്കുന്ന ശനി 7 വന്ന് അത് കണ്ടകനായി അവിടെ 2.5 കൊല്ലം നിൽക്കും എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞുള്ള 2.5 വർഷമാകട്ടെ അഷ്ടമ ശനിയുമാണ്. അതിനാൽ ശനിയെ കൊണ്ട് ചിന്തിച്ചാൽ അടുത്ത 5 കൊല്ലം ഇവർക്ക് വളരെ സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ്. രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കണം. ദാമ്പത്യത്തിൽ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ശനിദേവനെ പ്രീതിപ്പെടുത്തണം. അതൊക്കെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇവർക്ക് ശനി അനുകൂലപ്രദമല്ലെങ്കിൽ പോലും ഇവരുടെ വ്യാഴൻ്റെ സ്ഥിതി നോക്കിയാൽ സർവേശ്വരകാരകനായ വ്യാഴം ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവർക്ക് അനുഭവപ്പെടുവാൻ സാധ്യതയുള്ള ആ ഒരു കണ്ടകശനി ദോഷത്തിൻ്റെ കാഠിന്യം തെല്ലൊന്ന് കുറയ്ക്കുന്നു എന്ന് കരുതണം. എന്നാൽ മെയ് 14 2025 മെയ് 14 ആവുമ്പോൾ ഈ വ്യാഴം കർമ്മഭാവമായ 10ലേക്കാണ് മാറുന്നത്. സ്ഥിതി അത്രയങ്ങ് അനുകൂലമെന്ന് പറയുക വയ്യ. കണ്ടകശനി ദോഷവും ഉള്ളതിനാൽ അവർക്ക് ഈ കർമ്മവ്യാഴൻ്റെ ദോഷം നീക്കേണ്ടതുണ്ട്. ശുഭഫലം പ്രദാനം ചെയ്യുവാനും ശക്തനാക്കാനും ദിവസവും വ്യാഴൻ്റെ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുകയും അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പാൽപ്പായസ നിവേദ്യവും നടത്തിയാൽ വിഷ്ണു പ്രീതി ലഭിക്കും. അതുപോലെ തന്നെ ഈ കണ്ടകശനി ദോഷത്തിൻ്റെ ദോഷവും മാറ്റുവാൻ അഗതികൾക്ക് നിശ്ചയമായും ദാനം ചെയ്യണം. തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ ഇവർ തുടങ്ങുന്നത് വളരെ ഈശ്വരാധീനം വളരെ വർദ്ധിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ അതിനുശേഷം ഈ 2025 തന്നെ ഒക്ടോബർ 17 വ്യാഴവർക്ക് 11 വരുന്നു. അത് വളരെ അനുകൂലമാണ്. ഡിസംബർ 6 വീണ്ടും അത് 10 വരും. പിന്നെയും അത് 2026 ജൂൺ വരെ അവിടെ നിൽക്കുകയും പിന്നീട് ഇവർക്ക് ഒരു വർഷകാലത്തേക്ക് വളരെ അനുകൂലമായി വ്യാഴം 11 വരും. ആ സമയം ഇവർ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇങ്ങനെ 2026 ജൂണിൽ അവർക്ക് വ്യാഴം 11 വന്ന് ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നതിനാൽ അന്ന് അവർക്ക് അനുകൂലമായ ഒരു സമയമെന്ന് മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു വർഷമായി കാണണം ഈ 2025. അതിനുള്ള ഒരു പ്ലാനിങ്ങും ഒക്കെ വേണം അവർ ഈ ഒരു 2025 നടത്തി. അതിനുവേണ്ടി ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുകയും ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുക നന്നായിരിക്കും. ഈ കണ്ടകശനി ദോഷത്തിന് മാറുന്നതിനായിട്ട് ഉള്ള പരിഹാരങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ട് ഈ 11 വ്യാഴം വരുന്ന സമയം ഇവർ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. ശനിദോഷം മാറ്റുവാനായിട്ട് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം അതുപോലെ എള്ള് പായസം ശാസ്താക്ഷേത്രത്തിൽ എള്ള് പായസം അങ്ങനെ ഹനുമാൻ ക്ഷേത്ര ദർശനം ഒക്കെ ശനിയാഴ്ചകളിൽ നടത്തുകയൊക്കെ ചെയ്താൽ ശനിദോഷത്തിൽ നിന്ന് വളരെ രക്ഷ കിട്ടാൻ അതൊക്കെ ഉപകരിക്കും. അങ്ങനെ ഈ ശനിദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടി വേണം ഇവരുടെ കാര്യങ്ങളൊക്കെ ഫലപ്രദമാക്കി കൊണ്ടുപോകുവാൻ. കന്നിക്കൂറുകാർക്ക് 2025 മെയ് 19 വരെയും രാഹു ഇവരുടെ 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. കുടുംബത്തിൽ വിവാഹം നിശ്ചയിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്തേക്കാം. വിദേശയാത്രാ കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. ദൈവിക കാര്യങ്ങൾക്ക് പണം ചെലവഴിച്ചേക്കാം. എന്നാലും ധനനഷ്ടവും
ക്ഷിപ്രകോപവും വീര്യലോപവും അനാരോഗ്യവും ഒക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കേതുവിൻ്റെ സ്ഥിതി നോക്കിയാൽ. കാരണം കേതുവിൻ്റെ സ്ഥിതി ഇവരുടെ ജന്മത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ചില കടബാധ്യതകളും ഒക്കെ വർദ്ധിക്കുവാനുള്ളൊരു സാഹചര്യവും ഈ കേതു ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ കരുതണം. എന്നിരുന്നാലും ഇവർക്ക് വ്യാഴം 9-ൽ നിൽക്കുന്ന അനുകൂലം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇതിനൊക്കെ ഒരു ദോഷങ്ങൾക്കൊക്കെ ഒരു കാഠിന്യം കുറയുകയും അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും എന്ന് വേണം കരുതാൻ. എന്നാൽ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാർച്ച് 19 ശനി ഈ സപ്തമഭാവത്തിൽ വന്നത് ഒരു തടസ്സം തന്നെയാണ്. കണ്ടകശനിയാണല്ലോ സെപ്റ്റംബർ 2025 മാർച്ച് 29 മുതൽ എന്നും മനസ്സിലാക്കണം. അതുകൊണ്ട് ശനിയുടെ ദോഷങ്ങൾ തീർക്കുവാൻ ശനിയാഴ്ച വ്രതവുമൊക്കെ എടുക്കേണ്ടതുണ്ട്. പിന്നെ രാഹു കേതുക്കൾ മെയ് 19 ഇവരുടെ 6-ാം ഭാവത്തിലും അതുപോലെ തന്നെ കേതു ജന്മത്തിൽ നിന്നും 12-ലോട്ടും മാറുന്നു. ഇവർ ചില അപകടങ്ങളിലൊക്കെ ഉണ്ടായേക്കാമെങ്കിലും അവർ അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധ്യതയാണ് ഈ രാഹുസ്ഥിതിയിലൂടെ കാണുന്നത്. 6-ലെ രാഹുവിൻ്റെ സ്ഥിതി ആയുധങ്ങൾ മൂലമോ നാഗങ്ങൾ മൂലമോ ഒക്കെയുള്ളൊരു ആപത്തുകളൊക്കെ പ്രതീക്ഷിക്കണം. ആ വക ദുരിതങ്ങളൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. രാഹു പ്രീതി വരുത്തണം. നാഗക്ഷേത്രങ്ങളിൽ 100 പാലും പോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തി രാഹുവിനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. എന്നാലും മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. നേത്രരോഗമോ വിട്ടുമാറാത്ത ചുമയോ കഫമോ ത്വക്ക് രോഗം ഒക്കെ കൈകാൽ തളർച്ച ഇവയൊക്കെ ഈ കേതുവിൻ്റെ 12-ലെ സ്ഥിതി കൊണ്ട് ചിന്തിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ കേതുവിനെ കൊണ്ടുള്ള ദുരിതങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുത്തുവാനായിട്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കിയാൽ ശുക്രൻ ഇവരുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ്. അതായത് ഇവർക്ക് 2-ാം ഭാവാധിപത്യവും ഭാഗ്യാധിപത്യവും ഈ ശുക്രനാണുള്ളത്. അപ്പോൾ ഈ വിവാഹകാരകത്വവും വാഹനകാരകത്വവും ഒക്കെയുള്ള ശുക്രൻ ഇവർക്ക് ഇനിയിപ്പോൾ വളരെ അനുകൂലമായി വരുന്നു. അതായത് ഒരു 4 മാസക്കാലം ഇപ്പോൾ ഈ ജനുവരി 28 തുടങ്ങി മെയ് 31 വരെയും ഇവർക്ക് ശുക്രൻ അനുകൂലമാണ്. ഇവരുടെ 7-ാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമായിട്ട് നിന്നുകൊണ്ട് ഇവരുടെ ചന്ദ്രക്കൂറിനെ നോക്കുന്നു എന്നുള്ളത് വളരെ വിശേഷമാണ്. ഇപ്പോൾ ഈ അവിടെ രാഹുവിൻ്റെ സ്ഥിതിയുമുണ്ട്. ഇതെല്ലാം ഇവർക്ക് വിവാഹപരമായ ചിന്തകൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. വിവാഹം മുറയ്ക്കാത്തവർക്കൊക്കെ നല്ല വിവാഹം കിട്ടുവാനും അതുപോലെ പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള ഒരു നല്ല ദാമ്പത്യ ബന്ധം കിട്ടുവാനും സ്വരച്ചേർച്ചയില്ലാതെ നിൽക്കുന്ന ദമ്പതികളൊക്കെ തമ്മിൽ ഇണങ്ങുവാനും വാഹനം വാങ്ങുവാനും ഒക്കെ ഒരു അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇനിയുള്ള ആ ഒരു 4 മാസക്കാലം. മാർച്ച് 29 ശനി അങ്ങോട്ട് വരുന്നുവെങ്കിലും ഈ ഒരു ശുക്രൻ്റെ സ്ഥിതി ഇവർക്ക് വളരെ അനുകൂലമാണ്. അതുവരെ ശനിപ്രീതിയുമൊക്കെ വരുത്തി ആ ശുക്രൻ്റെ സ്ഥിതി ഇവരെ അനുകൂലമാക്കി എടുക്കുവാൻ ശ്രമിക്കണം. ഇങ്ങനെ ശുഭദായകമായ ദിവസങ്ങൾ അനുകൂലമാക്കി എടുക്കുവാൻ രാശിനാഥനായ ബുധനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ബുധപ്രീതിക്കായിട്ട് ശ്രീകൃഷ്ണൻ്റെ പ്രീതി ഏറ്റവും ആവശ്യമാണ്. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വെണ്ണ നിവേദിക്കുകയോ പാൽപ്പായസം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും അനുകൂലമായി വരും. തുളസിമാല ചാർത്തലും ശ്രീകൃഷ്ണന് ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. ഇവർക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ ഇവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഇവരുടെ ആ ഒരു വ്യാഴത്തിൻ്റെ ദോഷം തീർക്കുവാനും അതുപോലെ ശനിയെ കൊണ്ടുള്ള ദോഷം തീർക്കുവാനുമൊക്കെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം വളരെ അനുകൂലമായ ഫലം ചെയ്യും. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടി പ്രതിഷ്ഠിച്ചതത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഗുരു എന്നാൽ വ്യാഴം, വായു എന്നാൽ ശനി. നിലനിൽപ്പിന് ആധാരമായ ശക്തിയുടെ ഉറവിടമായ വ്യാഴത്തിൻ്റെയും പ്രാണശക്തി പഞ്ചപ്രാണവായുക്കളായി ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ശനിയുടെയും സ്ഥലം അതാണ് ഗുരുവായൂർ. ഗുരുവും വായുവും ഊരും ചേർന്ന് ഗുരുവായൂർ. അവിടെ വിഷ്ണു പ്രതിഷ്ഠയാണ് ഉള്ളതെങ്കിലും ശ്രീകൃഷ്ണ സങ്കല്പത്തിലാണ് അവിടെ ആരാധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുധൻ അതിദേവതയായ കന്നിക്കൂറുകാർക്ക് ഇവിടെ അവരുടെ വ്യാഴദോഷത്തിനുള്ള പരിഹാരവും ശനി ദോഷത്തിനുള്ള പരിഹാരവും എല്ലാം ഒരുമിച്ച് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ആ ഒരു ക്ഷേത്ര ദർശനത്തിലൂടെ അവർക്ക്
അനുഭവപ്പെടുന്നത്. ശാസ്താക്ഷേത്ര ദർശനം ഇവർ നിർബന്ധമായും ചെയ്യണം. കാരണം ഇവർക്ക് ഇനിയൊരു കണ്ടക ശനിയുടെ ദോഷവും കൂടി വരികയാണല്ലോ. പിന്നെ പ്രധാനമായും അവനവൻ്റെ ജനനഗ്രഹനില അടിസ്ഥാനമാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാനാഥനെയും അപഹാരനാഥനെയും മനസ്സിലാക്കി അവരുടെ പ്രീതി കൂടി നേടിയെടുത്താൽ 2025 വളരെ അനുകൂലമാക്കിയെടുക്കാം എന്ന് തന്നെ വിശ്വസിക്കാം. എല്ലാവർക്കും നല്ലൊരു 2025 ആശംസിക്കുന്നു. ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി, നമസ്കാരം.